ഡ്രോപ്പ് ആയിരിക്കുന്നത് വീണ്ടും ഒരു 2 ലക്ഷം രൂപയാണ്. അത് അത്യാവശ്യമായിരുന്നു ടു ഗോ അഹെഡ്, ബട്ട് യു ഹാവ് സ്പ്ലിറ്റ് ഇറ്റ്. വെള്ള എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം രൂപയുണ്ട്. അത് ശരിയാണെങ്കിൽ അടുത്ത ചോദ്യം അതിലോട്ട് കിടക്കാം. ബട്ട് ഇഫ് നോട്ട്, എന്തായാലും നേരെ പോയി കഥകളി നന്നായി കണ്ട് ശ്രദ്ധിച്ച് ആ വിഷയങ്ങളും പഠിക്കേണ്ടി വരും. ശരിക്കും നോക്കാം. പച്ച ഒന്നുമില്ല, വെള്ള 2 ലക്ഷം രൂപ. അടുത്ത ചോദ്യം ഉണ്ടാവുമോ ഇല്ലയോ? ടോപ്പ് ഓർ ഡ്രോപ്പ്? പച്ച ഡ്രോപ്പ്. ഒന്നുകൂടെ പോവാന്നുള്ള ഉറപ്പായി. ഏത് അടുത്ത ചോദ്യത്തിലേക്ക്? ഞാൻ അടുത്ത മാസം കുട്ടനാട്ടിലേക്ക് ഷൂട്ടിങ്ങിനായി പോകുന്നുണ്ട്. നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ? സോ കുട്ടനാട് ഇസ് ഇൻ ആലപ്പുഴ, റൈറ്റ്? അതെ. കായൽ, കുയിൽ, കരിമീൻ ഭയങ്കര ഫേമസ് അല്ലേ? എന്തൊക്കെയാണ് ആ നാട്ടിലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞേ? കരിമീൻ, ചെമ്മീൻ, ഹൗസ് ബോട്ടിലെ യാത്ര, വണ്ടർഫുൾ യാത്ര. കാരണം എല്ലാ വന്ന് വിദേശികൾക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു പോകുന്ന യാത്ര. പിന്നെ വേറൊരു വലിയ പ്രത്യേകതയില്ലേ, അറിയില്ല? ജയശ്രീ ഉണ്ണികൃഷ്ണൻ എവിടെയാ താമസിക്കുന്നത്? എന്താ അതൊരു പ്രത്യേകതയല്ലേ? അല്ലേ? അങ്ങനെ അറിയുന്നത് ആണോ? ജെസ്സി നമ്മുടെ പേരിന്റെ കൂടെ ജെസ്സിന്ന് കൂടെ ചേർത്തിട്ടാണ്. ഓ അങ്ങനെയാണ്. ഓക്കേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചില്ല. നിങ്ങൾ ഹൗസ് വൈഫ് മാത്രമല്ലല്ലോ, ഗവൺമെന്റ് സർവീസിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ഹോമിയോപ്പതി വകുപ്പിൽ. ഹോമിയോപ്പതി ഫാർമ, ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഹോമിയോപ്പതിയില് ഏത് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളിപ്പോ പ്രിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുത്താല് എല്ലാത്തിനും ഒന്നിക്കലൊരു പൗഡർ അല്ലേ ഒരു ഉണ്ടാ? അതങ്ങനെ ചെറുപ്പത്തിലേ ആലോചിക്കുന്ന ഒരു കാര്യം. എല്ലാം ടേസ്റ്റ് ഒരേപോലെയോ? സിംഗിൾ റെമഡിയാ ഹോമിയോപ്പതിയില്. സിംഗിൾ റെമഡി. അതെ, ഇവിടെ ഹോമിയോ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചില്ല. അപ്പൊ ദെൻ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്? ഫാർമസിയിൽ എടുത്തു കൊടുക്കുന്ന ആളായിട്ടാണോ ആണോ? ഓക്കെ, ദാറ്റ്സ് വെരി നൈസ്. സോ ഹോമിയോയിൽ ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സും വേറെ ഇത് ഇല്ല അല്ലെ? എന്ന് വെച്ചാൽ ഒരാൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് വെറുതെ വന്നിട്ട് ഒരു ഹോമിയോ മെഡിസിൻ വാങ്ങിച്ചു പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. അവരുടെ അസുഖം നോക്കിയിട്ട്, ഡിസീസ് ആ പേഷ്യന്റിനെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അറിയായിരിക്കും അല്ലേ? നിങ്ങൾക്കും അറിയായിരിക്കും ഇന്ന കൺസേൺ എന്ത് മരുന്ന് എടുത്തു കൊടുക്കണമെന്ന് അറിയാം. നമ്മളും കുറച്ച് പഠിച്ചിട്ടല്ലേ. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഡോക്ടർ, ഒരു ഫാർമസിസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ അഭാവത്തിൽ നമ്മളത് ഫാർമസിസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. അതെ, ഡോക്ടർ ഇല്ലാത്തപ്പോഴും ഡോക്ടറാണ് അല്ലേ? അപ്പൊ ഡോക്ടർ ജയശ്രീ ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഡോക്ടർ അത്ര അത്യാഗ്രഹമില്ല. ഓക്കെ, സോ ബിഫോർ വി മൂവ് ഓൺ, ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ബി ഹാപ്പി. ഓക്കെ, പ്രേക്ഷകർക്കായി ആൻസർ ഓപ്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എ വെങ്ങാനൂർ, ബി കാലടി, സി ചവറ, ഡി വൈക്കം. ഇനി ചോദ്യം, അയ്യങ്കാളിയുടെ ജന്മദേശം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: എ വെങ്ങാനൂർ, ബി കാലടി, സി ചവറ, ഡി വൈക്കം. SMS icon ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ A or B or C or D സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS ഐക്കന്റെ നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അഡ്രസ് ഇതാണ്: www.sunnetwork.in/1crore. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുക. കാരണം നാളെ ഒരുപക്ഷെ 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളിൽ ഒരാളാവാം. അടുത്തത് ഇനി നമ്മുടെ ഗെയിം പൊസിഷൻ ആണ്, നോക്കാം. 6ാമത്തെ ചോദ്യമാണ് അടുത്തത്. 2 ചോദ്യങ്ങൾ കൂടിയുള്ളൂ നേരിടാൻ. സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി 2 ലക്ഷം രൂപയാണ് ഇവിടെ ഉള്ളത്. അറിയാവുന്നത് ചോദിക്കട്ടെ. ഇപ്പോ യെസ്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. 3 ആൻസർ ഓപ്ഷൻസ് ഇപ്പോഴും ഉണ്ട്. പ്രത്യേകത അറിയോ എന്താ 6th ക്വസ്റ്റ്യന്റെ?
രണ്ട് ഓപ്ഷൻ. 2 ഓപ്ഷൻ. ഇല്ല, അത് 7ാമത്തെ ചോദ്യത്തിലാണ്. 3 ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികപക്ഷവും ഈ കാശ് ഇതേപടി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. ചാൻസസ് ആർ വെരി ഹൈ ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്, മച്ച് മോർ ഹയർ ദാൻ ഇറ്റ് വാസ് ടിൽ നൗ. ഓക്കെ, സോ കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. വസ്തുക്കൾ, ജില്ല. ജില്ല ജില്ല. ജില്ല എടുക്കാം. ജില്ല. ജില്ല. Jilla is the chosen category. Answer options are 3, 4, 5. ചോദ്യം: കോഴിക്കോട് അല്ലാതെ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കേരളത്തിലെ എത്ര ജില്ലകളാണുള്ളത്? കോട്ടയം, വീണ്ടും ആൻസർ ഓപ്ഷൻസ് 3, 4, 5. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ്. ആലോചിച്ച് തീരുമാനിക്കാം. സമയം ആരംഭിച്ചിരിക്കുന്നു. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ്. കോട്ടയം, 50 seconds remaining. അങ്ങനല്ലേ ഉള്ളൂ. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്. കോഴിക്കോട് 40 seconds. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോട്ടയം. 5. 5. കോട്ടയം, കൊല്ലം, കോഴിക്കോട്. കോഴിക്കോട് അല്ലാതെ. 20 seconds. കോഴിക്കോട് അല്ലാതെ. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ്. കോട്ടയം. 10, 9, 8, 7. എന്ന ആൻസർ ഓപ്ഷൻ ഒന്നുമില്ല. 4-ൽ 2 ലക്ഷം, 5-ൽ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. കോഴിക്കോട് അല്ലാതെ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കേരളത്തിലെ എത്ര ജില്ലകളാണുള്ളത്? എത്രയാണ് പറയൂ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് വേണ്ടല്ലോ. കോട്ടയം, കൊല്ലം. കൊല്ലം. കഴിഞ്ഞോ? ഇനിയില്ല. കർണാടക. കാസർഗോഡ് കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ശരിക്കും. എന്താ ഇടയ്ക്കൊന്ന് 5-ന് നീക്കി വെച്ചാ കണ്ടത്? കോഴിക്കോട് കൂടെ കൂട്ടിയതാ. കോഴിക്കോട് അല്ലാതെ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണ്ടേ എന്ന അക്ഷരം തുടങ്ങും. ചാടി പുറപ്പെടാറുണ്ട്. എക്സാംസ് ഒന്നും ഇതുവരെ അപ്പിയർ ചെയ്തിട്ടില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വളർന്നു വലുതായത്. കുട്ടികൾ ചിലപ്പം നമ്മളെക്കാളും ഷാർപ്പായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? നമ്മളെന്ന് പറയുന്നില്ല, ഞാനിപ്പോ ഈ അടുത്ത എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങളെക്കാളും ഷാർപ്പായിരിക്കും. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. ലെറ്റ് us see. ഇത് ശരി ഉത്തരമാണെങ്കിൽ 7ാമത്തെ ചോദ്യമാണ് അടുത്തത്. 2 ലക്ഷവുമായി. 3 എന്ന ആൻസർ ഓപ്ഷൻ ഒന്നുമില്ല. 4-ൽ 2 ലക്ഷം, 5-ൽ ഒന്നും ഇല്ല. ഉറപ്പല്ലേ? You feeling confident? Confident. Top or drop? ജയശ്രീ ഉണ്ണികൃഷ്ണനും 2 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമോ? ആഫ്റ്റർ എ ബ്രേക്ക് ഓൺ വിവേൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവേൽ കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewelers. Before the break, 6ാമത്തെ ചോദ്യമായിട്ട് ഉണ്ണികൃഷ്ണനും ജയശ്രീക്കും കിട്ടിയ ചോദ്യം ഇതാണ്: കോഴിക്കോട് അല്ലാതെ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളതെന്ന്. ആൻസർ ഓപ്ഷൻസ് ഇതാണ്: 3, 4, 5. 4 എന്ന ആൻസർ ഓപ്ഷനിലാണ് കയ്യിലുള്ള ഓൺലി 2 lakhs വെച്ചിട്ടുള്ളത്. ഇത് ശരിയാണെങ്കിൽ 7ാമത്തെ ചോദ്യത്തിലേക്കാണ്. നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഷുവർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? 1% പോലും ഇല്ല. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഇല്ലില്ല, കൊല്ലം.
ചേച്ചിയല്ലേ കൗണ്ട് ചെയ്തത്? അതെ. അറിയാം, എന്നാലും പെട്ടെന്ന് ഓർക്കത്തില്ല, നമ്മൾ കൺഫ്യൂഷൻ വരും. അതിന്റെ വീണ്ടും വീണ്ടും കൗണ്ട് ചെയ്താണ്ടല്ലോ. വെച്ച് കഴിഞ്ഞിട്ട് ടൈമർ സ്റ്റോപ്പായി, ക്വിക്ക് ചേഞ്ച് വേണ്ടാന്ന് പറഞ്ഞു, എന്നിട്ടും കൗണ്ടിങ്. കൊല്ലം ജില്ലയുടെ കൊയിലോൺ എന്ന് പറയാം. ചിലപ്പോൾ ഇനി അങ്ങനെ ഡൗട്ട് വന്നു. എക്സ്ട്രാ ജില്ലയാണെങ്കിലോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ശരിക്കും പറ്റുന്ന ഒരു ജേർണിയാ അല്ലേ അത്? നോട്ട് സോ ഡിഫിക്കൾട്ട്. ഇപ്പോഴും ഈ ചോദ്യം ചോദിച്ചത് കാരണം നിങ്ങൾ മനസ്സിലൂടെ ഒരു ചെറിയൊരു യാത്ര നടത്തിയല്ലേ? ഫ്രം ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ്. ഇനി ഈ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു യാത്രയായിരിക്കും അടുത്ത പ്ലാൻ. ഇന്ത്യന് പുറമെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? അബ്രോഡ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ? അതോ നോർത്ത് ഇന്ത്യയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? എല്ലാ സ്ഥലത്തും പോയിട്ടില്ല. ആ, പോയ സ്ഥലത്തില് വെച്ച് എല്ലാം വെച്ച് നോക്കുമ്പോ ഹൈദരാബാദൊക്കെ പോയിട്ടുണ്ട്. ഹൈദരാബാദ് നല്ല സ്ഥലമാണ്. ഏത് സ്ഥലത്താ പോയത്? ഹൈദരാബാദിലാണ് പോയത്. ഡു യു ലൈക്ക് ദാറ്റ് സിറ്റി? ചോദിച്ചിരുന്നു ഇവിടെ ഹൈദരാബാദ് നിങ്ങള് അമൗണ്ട് ഒന്നും വെച്ചിരുന്നില്ല അല്ലേ? ആ, ഇവിടെ മത്സരിക്കാൻ എത്തുമ്പോ എന്താണ് കുട്ടികളോട് പ്രോമിസ് കൊടുത്തത്? എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാൽ അച്ഛാ അച്ഛാ എന്തെങ്കിലും വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അത്രേ വേണ്ടല്ലോ അവർക്ക്. പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താ പ്രത്യേകത? ആദ്യം ഗെയിം പൊസിഷൻ നോക്കാം. ആ, കൂടുതൽ നോക്കാനൊന്നും ഇല്ല, എല്ലാം ഓബ്വിയസ് ആണ്. അവസാനത്തെ ചോദ്യമാണ്. ഉള്ള തുക ഇവിടെ മുമ്പിലും ഉണ്ട്. എണ്ണൊന്നും വേണ്ട. ഷുവറല്ലേ? അത് വേണോ വേണ്ടയോന്ന് ഇപ്പൊ അറിയും, കുറച്ച് നേരത്തില്. ഒരു പ്രത്യേകതയില്ലേ? എന്താ? ഒരു ആൻസർ ഓപ്ഷൻ കൂടെ ഞാൻ ഒഴിവാക്കാൻ പോകുന്നു. അതുകൊണ്ട് 2 ആൻസർ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു 2 ലക്ഷം രൂപയുടെ ബണ്ടിൽ യു ക്യാൻ പ്ലേസ് ഇറ്റ് ഓൺലി ഓൺ 1 ആൻസർ. ഒരു ആൻസർ ഓപ്ഷനാണ് നിങ്ങൾ ഒഴിവാക്കി വിടേണ്ടത്. കാറ്റഗറിയും ചോദ്യം ഒക്കെ നിങ്ങളുടെ ഫേവറിലാവട്ടെ. ഇത് കിട്ടണേ പ്ലീസ്. തരുവോ നല്ല സ്വീകരണം? എനിക്കും എന്റെ ഫുൾ യൂണിറ്റും തരേണ്ടി വരും. വലിയ ഷൂട്ടിലാ വരുന്നത്. പരമാവധി ശ്രമിക്കാം. ആ ഷുവർ. അതിനാണ് മനസ്സിലായി ഈ വേദിയിൽ വെച്ച ക്യാൻവാസിംഗ്. സി ആ ഷുവർ 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 തരാം. ഓക്കെ, സോ കാറ്റഗറീസ് റെഡി അല്ലേ? അവസാനം അതൊക്കെ ഡ്രോപ്പ് ആയതിനു ശേഷം നിങ്ങൾ സാഡ് ആവുമ്പം അതൊന്നും മറന്നു വരുത് കേട്ടോ. എന്നാലും ഞാൻ തരാം, നമ്പർ തരാം. ഓക്കെ, അവസാനത്തെ കാറ്റഗറീസ് എന്താ നോക്കാം. അക്കങ്ങൾ ശതമാനം. അക്കങ്ങൾ ചോസൻ കാറ്റഗറി ആൻസർ ഓപ്ഷൻസ് ആർ 87, 113. ചോദ്യം നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാർ ഏത് അക്കങ്ങളെയാണ് നിർഭാഗ്യകരമായി കരുതി പോരുന്നത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് 87, 113. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? 87, 113, 87 വെക്കട്ടെ. 50 seconds ഉണ്ട്. 87 വെക്കാം. 87 ഔട്ടായി. സെഞ്ചുറി അടിക്കാതെ ഔട്ടായിട്ടില്ല. വിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 57 പല ബാറ്റ്സ്മാൻമാരും ഔട്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് 10. ലക്ഷം രൂപ 87 വെച്ചിരിക്കുന്നത്. 113 അല്ല? ക്രിക്കറ്റ് കാണാറുണ്ടോ? മിസ് ചെയ്യാതെ കാണാറുണ്ടോ? ഫേവറേറ്റ് ടീം ഏതാ? നമ്മുടെ ഇന്ത്യ കഴിഞ്ഞിട്ടില്ല ബാക്കി ടീം. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കേണ്ടത് എപ്പോഴും. ആ, അത് ഓഫ് കോഴ്സ്. 13 അൺലക്കി എന്ന് കേട്ടിട്ടുണ്ട്.
87 എങ്ങനെയാ വരുന്നത്? 113 അല്ല അതിലൊരു 13 ഉണ്ടല്ലോ. അത് അത് അൺലക്കിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 87 എങ്ങനെയാ? 87 പല ബാറ്റ്സ്മാൻമാർ ഔട്ടായിട്ടുണ്ട്. അതൊരു മോശം നമ്പറായിട്ട് അവർ കാണുന്നുണ്ട്. ആണോ? അതാണോ അതിന്റെ പിറകിലുള്ള സ്റ്റോറി? ആണെന്ന് വിശ്വസിക്കും. വിശ്വാസം ഇവിടെ വരെ കൊണ്ടുവന്നു. വിശ്വാസമാണ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. 2 ലക്ഷം രൂപ. ആ വിശ്വാസം അത് രക്ഷിക്കട്ടെ. 113 ശരി ആണെങ്കിൽ അങ്ങനെ വെറും കൈയോടെ പോകണ്ട. സൂര്യ TV നൽകുന്ന 1 ലക്ഷം രൂപ. ഇതെന്നാലും 1 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ 2 ലക്ഷം രൂപ 87-ൽ, 1 ലക്ഷം രൂപ 113-ൽ. 87 നിങ്ങൾക്ക് ലക്കാകുമോ ബാഡ് ലക്കാകുമോ നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാർ ഏത് അക്കങ്ങളെയാണ് നിർഭാഗ്യകരമായി കരുതി പോരുന്നത്? 87 ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ ഓപ്ഷൻ. 2 ലക്ഷം രൂപ അതിന്റെ മുകളിലുണ്ട്. ഇല്ലെങ്കിൽ 113-ലെ 1 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? ശരിയായ ഉത്തരം. കൊടുക്കൈ ഉണ്ണികൃഷ്ണൻ ആൻഡ് ജയശ്രീ. എന്തുകൊണ്ടാണ് പറയൂ? എന്തുകൊണ്ടാണല്ലോ അതിന്റെ ബാക്കിലുള്ള അറിയത്തില്ല. നമുക്ക് 13, പക്ഷെ അവര് പുലികളല്ലേ, അതുകൊണ്ട് 13 subtracted from 100 ആണ് 87. എന്താണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ഇങ്ങനെ മൂക്കുപിടിക്കുക, അവരിങ്ങനെ മൂക്കുപിടിക്കുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ്. ഈ 2 ലക്ഷം രൂപ സമ്മാനം സ്പോൺസർഡ് ബൈ ധാത്രി ആൻഡ് വെരി വെൽ ഡിസർവ്ഡ് ബൈ ബോത്ത് ഓഫ് യു. രണ്ട് മക്കൾക്കും എന്തായാലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കണം കേട്ടോ. ഓക്കെ, വിവൽയുടെ വക ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. Yes, there you go and there you go. And Josco Jewelers നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ. And Francis Alukas നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് വൗച്ചർ ആണിത്. അത് രണ്ടും ഗേൾസിനാണ്. യെസ്, ഫോർ ദ ഫ്യൂച്ചർ റോൾസ്, അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള അല്ലേ സേവിങ്സ്. ഓൾ റൈറ്റ്. സോ നമ്മുടെ പ്രേക്ഷകർക്ക് വീണ്ടും ആൻസർ ഓപ്ഷൻസ് വിത്ത് ക്വസ്റ്റ്യൻ അഗൈൻ ദിസ് ടൈം. ഓപ്ഷൻ എ വെങ്ങാനൂർ, ഓപ്ഷൻ ബി കാലടി, ഓപ്ഷൻ സി ചവറ, ഓപ്ഷൻ ഡി വൈക്കം. ചോദ്യം: അയ്യങ്കാളിയുടെ ജന്മദേശം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: എ വെങ്ങാനൂർ,